സാക്ഷിമൊഴികളും പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ വീടിന്റെ യഥാർത്ഥ അവകാശി രാജേന്ദ്രനാണെന്ന് കോടതിക്ക് ഇതിനാൽ ബോധ്യപ്പെട്ടിരിക്കുന്നു. അമ്മേ, എന്താ മോളെ? ഞാൻ പോവാ അമ്മേ. എവിടേക്ക് അറിയില്ല, എങ്ങോട്ടെങ്കിലും. എന്തിനാ മോളെ? ഇവൻ ഈ നാട്ടിൽ വളർന്ന ഭാവിയിൽ അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയൊന്നും സംഭവിച്ചൂടാ. അദ്ദേഹവും കുടുംബവും സന്തോഷമായി ജീവിച്ചോട്ടെ. ഞാനും എന്റെ കുഞ്ഞും എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. അദ്ദേഹം കുഞ്ഞിനെ കയ്യിലെടുത്ത് ഉമ്മ കൊടുത്തു, ഇവന് ചോറ് കൊടുത്തു, ഇവനെ മാലയിട്ട് അനുഗ്രഹിക്കുകയും ചെയ്തു. ഈ ജന്മത്തിൽ ഓർത്ത് സന്തോഷിക്കാൻ എനിക്കത് മാത്രം മതി. എന്റെ കുഞ്ഞിന്റെ മുഖത്തിൽ ഞാൻ അദ്ദേഹത്തെ കണ്ട് ജീവിച്ചോളാം. പോട്ടെ അമ്മേ. കൈക്കുഞ്ഞിനെ കൊണ്ട് നീ എന്ത് ചെയ്യും മോളെ? അറിയില്ലമ്മേ, പക്ഷെ ഞാനും കുഞ്ഞും ഇവിടുന്ന് പോയേ പറ്റും. ചന്ദ്ര വരുന്നു. ഇനി വാടാ. കുഞ്ഞിന് ചോറ് കൊടുക്കാൻ സമയമായി. രാജേന്ദ്രൻ എവിടെ? അവൻ കോടതിയിലല്ലേ, ഇന്ന് കേസിന്റെ വിധിയാ. എടി, ഇവിടെ ഒരു നല്ല കാര്യം നടക്കാൻ പോവാ. നിന്നെ പോലെ ഒരു വൃത്തികെട്ടവൾക്ക് വരാനുള്ള സ്ഥലമല്ലിത്. പോടി പുറത്ത്. അല്ല അമ്മേ, മിണ്ടാതിരടി. അവക്ക് എന്തോ നമ്മോട് പറയാനുണ്ട്. എന്താ മോളെ? ആ സൂര്യ ആൾക്കാർ നിങ്ങളുടെ കുഞ്ഞിനെ കൊല്ലാൻ വരുന്നുണ്ട്. നീ പറയുന്നത് സത്യമാണോ? പോടാ, എല്ലാം പോയി. എന്റെ പ്രതീക്ഷകളെല്ലാം കൈവിട്ട് പോടാ. ഇത്രയും നാള് കോടതിയിൽ കേസുണ്ടെന്ന വിശ്വാസം ഉണ്ടായിരുന്നു, എല്ലാം കൈവിട്ട് പോയില്ലേ? ആ വീട് രാജേന്ദ്രൻ അനുകൂലമായി കോടതി വിധിച്ചു. അത് അനുഭവിക്കാൻ അനുവദിക്കില്ല ഞാൻ അവനെ. അവന്റെ കുഞ്ഞിന്റെ ചോറൂൺ അമ്പലത്തിൽ നടത്തില്ല ഞാൻ. ആ സ്വത്ത് വകകളൊന്നും അനുഭവിക്കാൻ ആ കുഞ്ഞ് ജീവിച്ചിരിക്കാൻ പാടില്ല. അവന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ വെട്ടി നോക്കണം. എവള് പറയുന്നത് സത്യമാണോ? ഒന്നും വിശ്വസിക്കരുത് അച്ഛാ, ഇതിവളുടെ നാടകമാ. എന്റെ കുഞ്ഞിന് ആദ്യം ചോറ് കൊടുക്കുന്നത് ഇവൾക്ക് ഇഷ്ടമല്ല. ഇല്ല, ഞാൻ പറയുന്നത് സത്യമാണ്. എന്റെ കുഞ്ഞാണ് സത്യം. എന്നെ വിശ്വസിക്കണം പ്ലീസ്. നിങ്ങളെങ്കിലും ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കാം. ആ സൂര്യപ്രകാശ് പറയുന്നത് ഞാൻ കേട്ടതാണ്. ഏയ്, ഇവൾക്ക് മുഴുത്ത പ്രാന്ത. പിടിച്ച് പുറത്താക്കും. ഞാൻ പറയുന്നത് കേൾക്കും. ഞാൻ പറയുന്നത് സത്യമാണ്. അയാളെ പറഞ്ഞ് ഞാൻ കേട്ടതാണ്. നിങ്ങളെങ്കിലും അവളോട് പറ. ആ സൂര്യപ്രകാശ് കൊല്ലും. ഞാൻ പറയുന്നത് കേൾക്കാൻ. സൂര്യ, വേണ്ട. അരിച്ച പെറുകടല്ലായിടത്തും നോക്ക്. എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ.
നിന്റെ കുഞ്ഞെവിടെ? എവിടെ? പറയടി. എവിടെ കൊണ്ടുപോയി നിന്റെ കുഞ്ഞിനെ? കുഞ്ഞെവിടെന്ന് പറയാൻ. കാരണം എന്റെ കുഞ്ഞിനെ നീ നഷ്ടപ്പെടുത്തി. എന്റെ കുഞ്ഞിനെ നീ കൊന്നില്ലേടി ദ്രോഹി. എന്നെ ഞാൻ കൊല്ലുവടി. എന്നെ ഞാൻ കൊല്ലുവടി. നിന്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല. ഇത് നിന്റെ കുഞ്ഞ്. അമ്മയുടെ പൊന്നു മോനെ. നിന്റെ കുഞ്ഞവിടെ? ദ്രോഹിച്ചിട്ടുണ്ട്. ഞാൻ കാരണം നിന്റെ സമാധാനം നഷ്ടപ്പെട്ടു. ഞാൻ നിന്നോട് ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഈശ്വരൻ എനിക്ക് തന്നു. അതിനെനിക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും എന്റെ കുഞ്ഞിനെ കൊണ്ട് സാധിച്ചു. ഇനി ഞാൻ ഒരിക്കലും നിങ്ങൾക്കൊരു ഉപദ്രവമാവില്ല. നിന്നോട് എനിക്ക് വിരോധം ഉണ്ടെന്നുള്ളത് സത്യം. ഒരു പിഞ്ചു കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുക്കാൻ മാത്രം പാപിയല്ല ഞാൻ. നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. നമുക്ക് പോയി നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കാം.